നമസ്കാരം. ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തിൽ 3 തരം ആൾക്കാരുണ്ടെന്ന് പറയുന്നു. ലോകത്തിന്റെ ഒഴുക്കിനൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ, എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടർ, എന്നാൽ ആ മാറ്റത്തെ കൊണ്ടുവരാൻ കെൽപ്പുള്ള മൂന്നാമതൊരു കൂട്ടർ. നാം ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ഇതിലേത് ഗണത്തിൽപ്പെടുന്നു? നിലവിലുള്ള വ്യവസ്ഥിതികളെ നോക്കിക്കൊണ്ട്, നിലവിലുള്ള സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ഇതെന്തിന് അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടെന്ന് ചോദിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ പുതിയൊരു വ്യവസ്ഥിതിയെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ ആയിക്കൂടാ എന്ന് ചോദിക്കുന്നവരോ? അങ്ങനെയുള്ളവരാണ് ലോകത്തിന്റെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുന്നതും. ക്രിയാത്മകതയുടെ, സർഗാത്മക വൈഭവത്തിന്റെ ഈ ചർച്ച ജ്യോതിർഗമയ എന്ന പരിപാടിയിൽ നമ്മൾ തുടരുകയാണ്. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മോടൊപ്പം രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ സർഗാത്മക കഴിവുകളെ കുറിച്ച് സംസാരിച്ചു. വിഷൻ, ഒരു എന്ത് വേണമെങ്കിലും നേടിയെടുക്കാനുള്ള ആ കഴിവ്, നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവിനെ പുറത്തു കൊണ്ടുവരാനുള്ള സ്റ്റെപ്പുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ലക്ഷ്യം കാണണം, അതിനൊരു മനസ്സിൽ ഒരു ചിത്രം അതിന് കൊടുക്കണം, അതിന് ശക്തി ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം, കൂടുതൽ കൂടുതൽ ഊർജം നൽകിക്കൊണ്ടിരിക്കണം. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പിന്നീട് അതിൽ എന്തെല്ലാം വശങ്ങളുണ്ട്? ഈ ചാർജിങ് പ്രോസസ് പൂർത്തിയാവുന്നത് പല തവണ നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്ത് ഉൾക്കൊള്ളുമ്പോഴാണ്. പക്ഷെ ഒരിക്കൽ നമ്മൾ ആ ചാർജിങ് പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ നിരാകാശത്തിന് താഴെ പോയി നമ്മുടെ ബബിളില് നമ്മുടെ ആ ഇഷ്ട ഈശ്വരന്റെ ഒപ്പം ആ ശക്തിനെ പൂർണ്ണമായി നമ്മളിലേക്ക് ആവാഹിച്ച ശേഷം നെക്സ്റ്റ് മൊമെന്റില് താഴെ വരുന്നു എന്ന് പോലും നമ്മൾ സങ്കല്പിക്കരുത്. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അടുത്ത ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നേ പറ്റൂ. ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പല വിധത്തിലുള്ള ഗോള് കാണാറുണ്ട്. അതായത് എനിക്ക് എന്റെ ലൈഫിൽ ഒരു 10 കൊല്ലോ 15 കൊല്ലോ കഴിഞ്ഞ ശേഷം ഉള്ളതായിരിക്കുന്ന ഒരു കാര്യത്തെ ഞാൻ ഇപ്പോൾ സങ്കല്പിക്കുന്നു. എന്നുവെച്ചാൽ ഒരു ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് ഒരു വിഷൻ എന്ന് നമ്മൾ അതിനെ പേര് വിളിക്കും. ഇപ്പോ ഉദാഹരണത്തിന്, ഇപ്പോ മനുഷ്യർക്ക് പലതരത്തിലുള്ള സ്വപ്നങ്ങളായിരിക്കാം. ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ, എന്ത് തന്നെയായാലും. അപ്പൊ ഈ വിഷൻ നമ്മൾ മനസ്സിൽ കണ്ടു, വീട് എന്നുള്ള ഒരു ചിത്രം നമ്മൾ കണ്ടു, നമ്മൾ മെന്റൽ ഇമേജ് ഉണ്ടാക്കി, നമ്മൾ അതിന് വീണ്ടും വീണ്ടും ശക്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സിസ്റ്റർ, അപ്പോഴും ആ വീട് എന്നത് ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ലല്ലോ. അതിനാണ് നമ്മൾ ആക്ഷൻ പ്ലാൻ എന്നുള്ള നെക്സ്റ്റ് സ്റ്റേജ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജിൽ ഞാൻ ചിന്തിക്കേണ്ട കാര്യം, ഈ ഒരു കാര്യം ലക്ഷ്യം എനിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ഇന്നത്തെ ഒരു ദിവസം, കാരണം എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഈശ്വരൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നും രാത്രി ഈശ്വരൻ തന്റെ അക്കൗണ്ടിൽ നോക്കത്രേ ഈ മനുഷ്യൻ എത്രത്തോളം പുണ്യം നേടിയിട്ടുണ്ട്, പാപം നേടിയിട്ടുണ്ടെന്നൊക്കെ നോക്കുമെന്ന്. ഇപ്പൊ പുണ്യത്തിന്റെ അക്കൗണ്ട് പൊതുവെ മനുഷ്യരുടെ അക്കൗണ്ടിൽ കുറവായിരിക്കും. അപ്പൊ പുണ്യത്തിന്റെ അക്കൗണ്ട് കുറവ് കാണുമ്പോൾ ഭഗവാൻ വിചാരിക്കും പോലും, ഒരു ദിവസം കൂടി ഈ കുട്ടിയെ കൊടുക്കട്ടെ, കുറച്ചെങ്കിലും പുണ്യം സംഭരിക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വീണ്ടും ഒരു ദിവസം ഗിഫ്റ്റായി കിട്ടുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നതിൽ. അതുകൊണ്ട് ഞാൻ വിചാരിക്കും എല്ലാ ദിവസത്തേക്കും മനുഷ്യൻ പ്ലാൻ തയ്യാറാക്കണം. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം, എന്റെ ഒരു ദിവസത്തില് ഞാനൊന്നൊരു വ്യക്തിയുടെ എഴുന്നേൽക്കുന്ന ആ ഒരു സ്റ്റെപ്പ് മുതൽ എന്റെ ഡെയിലി റൂട്ടീനിലെ ഓരോ കാര്യവും എന്നിലുണ്ടാവുന്നതായിട്ടുള്ള എനർജിയുടെ ഒരു റിയാക്ഷനാണ്. മീൻസ് ഇന്നത്തെ ഒരു ദിവസം എന്റെ മൈൻഡിൽ നല്ല പോസിറ്റീവ് തോട്ട്സോട് കൂടി ഞാൻ ഉണർന്നുവെങ്കിൽ, അത് ആ ഒരു ചാർജിങ് പ്രോസസ് ഞാൻ ചെയ്തുവെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ചുറ്റുമുള്ളതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, എന്റെ റൂം ഞാനൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. എന്റെ ബാത്റൂം ആണെങ്കിൽ പോലും കുളിച്ച് ഞാൻ എങ്ങനെയോ ഇട്ടതിന് വരിക, ഏത് സാധനവും പ്രോപ്പർ പ്ലേസിൽ, പ്രോപ്പർ സ്ഥാനങ്ങളിൽ. ഇതൊക്കെ ആ ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങളും നിങ്ങളുടെ മൂവ്മെന്റ്സും ഒക്കെ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ടുള്ള എനർജിയുടെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇത് പറഞ്ഞപ്പോ, നേരത്തെ രാവിലെ എന്തായാലും നേരം വെളുത്തു എന്നുള്ള ഒരു മനോഭാവം, ഇത് മനോഭാവങ്ങളുടെ ഒരു കളി തന്നെ. തീർച്ചയായിട്ടും രാവിലെ ഉണരുന്ന സമയം എന്തുകൊണ്ടോ നേരം വെളുത്തു എന്നല്ല, ആദ്യം ഉണർന്ന മനുഷ്യൻ താങ്ക്സ് പറയേണ്ടത്, ഗുഡ് മോർണിംഗ് പറയേണ്ടത് ഈശ്വരന്റെ അടുത്താണ്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ജീവിതം ഒരു അടുത്ത ദിവസം ഒരു ഗിഫ്റ്റാണ് എന്ന മനോഭാവം വരുമ്പോ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ ഇനിയൊരു രാത്രി അലോട്ടഡ് ആണോ അല്ലേന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഉണർന്ന വർഷം ഫസ്റ്റ് മനുഷ്യ ഈശ്വരന് താങ്ക്സ് പറയാണ് വേണ്ടത്, ഗുഡ് മോർണിംഗ് പറയാണ് വേണ്ടത്. അത് ആദ്യത്തെ കൂടുതൽ മെച്ചപ്പെടാനുള്ള ഒരു ചാൻസും കൂടിയാണ് ഇതല്ലേ, കൂടുതൽ തെറ്റുകളെ തിരുത്താനുള്ള ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. എല്ലാത്തിനുള്ള ചാൻസ് ഈശ്വരൻ തരുന്നത്.
അതുകൊണ്ട് ഉണർന്ന വശം ഭഗവാനെ ഇന്നൊരു ദിവസം കൂടി എനിക്ക് തന്നതിന് താങ്ക്സ്. ഈശ്വര, നിന്റെ അടുത്ത് ആദ്യം എന്റെ ഗുഡ് മോർണിംഗ്. ഞാൻ കണി കാണുന്നെങ്കിൽ അത് ഭഗവാനെയാണ് കണി കാണേണ്ടത്. കാരണം ഈ ലോകത്ത് ഇനി അതിനേക്കാൾ നല്ലൊരു കണി കാണാനില്ലല്ലോ. അതുകൊണ്ട് ഈശ്വരനെ കണി കണ്ടുകൊണ്ട് ഈശ്വരനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുകയായി. അത്തരത്തില് ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടാണ് ഈശ്വരന്റെ സ്മൃതി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ തോട്ട് എനിക്ക് എനർജി ആയിട്ട് എന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയായി. ദെൻ കുറച്ച് സമയം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയേ പറ്റുള്ളൂ എല്ലാ മനുഷ്യന്മാരും. എന്തിനു വേണ്ടി മെഡിറ്റേഷൻ നിർബന്ധമായി പറയുന്നു? അഥവാ ധ്യാനം, അഥവാ നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പറയും യോഗ എന്ന് വിശേഷിപ്പിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസത്തേക്ക് വേണ്ട പൂർണ്ണമായിട്ടുള്ള ഊർജം തലേദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും മുന്നത്തെ കർമ്മങ്ങൾ കൊണ്ടോ ആക്റ്റീവ് ആകുന്ന കാർമിക അക്കൗണ്ട്സ് കൊണ്ടോ എന്തുകൊണ്ടെന്ന് തന്നെ ആർക്കും അറിഞ്ഞുകൂടാ. നമുക്ക് ഏതെങ്കിലും ഒരു അറ്റാക്ക് നമുക്ക് ഉണ്ടായേക്കാം. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് എന്റെ ഉള്ളിൽ അല്പമെങ്കിലും ഊർജം നഷ്ടമായിട്ടുണ്ട് എങ്കിൽ ആ ഊർജത്തെ റീഗെയിൻ ചെയ്യേണ്ടത് എന്റെ അത്യാവശ്യമാണ്. അതിനാണ് പ്രഭാതത്തിൽ ഉണർന്നാൽ കുറച്ച് സമയം നമ്മൾ ധ്യാന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നത്. അതും ഏർലി മോർണിംഗ് അവേഴ്സിലാണെങ്കിൽ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് പൂർണ്ണമാക്കിയിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് പ്രകൃതിയുടെ ഉണർച്ച നമ്മളെ സപ്പോർട്ട് ചെയ്യും. മറ്റൊന്ന് സൂര്യപ്രകാശത്തിലും അതെ, ആ ചെരിഞ്ഞുള്ള സമയത്തിലെ പ്രകാശം, തലേദിവസത്തിന്റെ സൂര്യന്റെ പ്രകാശത്തിനുണ്ടായതായിട്ടുള്ള എനർജി, ഇതിന്റെയൊക്കെ ഒരു ഹൈലി പോസിറ്റീവ് ആയിരിക്കുന്ന എനർജി അന്തരീക്ഷത്തിൽ നിറയുന്നതായിട്ടുള്ള ഒരു സമയമാണിത്. എല്ലാ കിളികളും നോക്കിയാൽ ഞാൻ വളരെ ആനന്ദത്തോടുകൂടെ ശ്രവിക്കാറുള്ള ഒന്നാണ്, മനുഷ്യന്മാര് വേണമെങ്കിൽ പുലർക്കാലത്ത് കിടന്നുറങ്ങിയിരിക്കും. പക്ഷെ ഈ കിളികളെല്ലാം ഉണ്ടല്ലോ 1:45, 2:45, ഓൾമോസ്റ്റ് 1:45 പലപ്പോഴും ആരംഭിക്കാറുണ്ടെങ്കിൽ 2:45 വൈകിയാല് തൊട്ട് ഒരു 6:45 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് അവര് ദൈവമേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ മനസ്സിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ വരികയാണ്. മനുഷ്യൻ ഒരു കുറച്ച് ജീവാത്മാക്കളാണെങ്കിൽ എത്രയോ അധികം ജീവാത്മാക്കൾ മറ്റതുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നതായിട്ടുള്ള പോസിറ്റീവ് എനർജി നമ്മൾ ഒരുപാട് സഹായിക്കും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ പോലും ആ ഭഗവാന്റെ സ്മൃതികൾ ഉണർത്തുകയാണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടെ ആ ആത്മാവിന്റെ ഉള്ളിൽ, മൈൻഡിന്റെ ഉള്ളിൽ ഹൈലി പോസിറ്റീവ് തോട്ട്സ് കൊണ്ട്, എനർജി കൊണ്ട് നമ്മുടെ ബുദ്ധിയും മനസ്സും ഒക്കെ നിറയും. അങ്ങനെ നമ്മൾ ചാർജ്ഡ് ആവുന്ന ഒരു മൊമെന്റ്, ആ മൊമെന്റിലാണ് ഇങ്ങനൊരു വിഷൻ നമ്മൾ കാണേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ കേവലം ശരീരത്തിന്റെ രീതിയിൽ നോക്കുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഈ പീയൂഷ ഗ്രന്ഥി ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആവുന്നതും ഈ അതിരാവിലെയുള്ള സമയത്താണ്. നേരത്തെ എണീക്കുന്നവർക്കിപ്പോ തീർച്ചയായും ശാരീരികമായും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുമായിരിക്കും. അപ്പൊ ഒപ്പം ഇത്തരത്തില് പ്രകൃതി എന്നുള്ള കുറെ അനുഗ്രഹം കിട്ടും. പിന്നെ മറ്റൊന്ന്, ഭഗവാനും ത്യാഗം കൊണ്ട് കീഴ്പ്പെടുത്താന്നാ പറയുന്നത്. ത്യാഗവും തപസ്സും കൊണ്ട് ഈശ്വരനെ കീഴ്പ്പെടുത്താന്നാ പറയാം. അതുപോലെ നിങ്ങളൊരു വലിയ ലക്ഷ്യം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് അവേഴ്സിൽ ഉറക്കവും ഭയങ്കര സുഖകരമാണ്. അത് നമ്മൾ ട്രൈ ചെയ്തൊക്കെ അറിയാം. അതുകൊണ്ട് മനുഷ്യന്മാരിന്ന് സുഖലോലുപതയിൽ മുഴുകുന്ന മനുഷ്യൻ ആ പ്രഭാത സമയത്തിൽ ഉറക്കത്തെ ഇഷ്ടപ്പെടുകയാണ്. അത് ത്യാഗം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ത്യാഗത്തിലൂടെ നിങ്ങളുടെ ഒരു പോസിറ്റീവ് പോയിന്റ് അവിടെയും വന്നു കഴിഞ്ഞു. അങ്ങനെ പല രീതിയിൽ ഏർലി മോർണിംഗ് അവേഴ്സ് നിങ്ങൾ ഉണർന്ന സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. നമ്മുടെ ആക്ഷൻ പ്ലാന്റെ ഒന്നാമത്തെ ഭാഗം ഏർലി മോർണിംഗ് അവേഴ്സിലെ മെഡിറ്റേഷനാണ്. ആ മെഡിറ്റേഷന് ശേഷം പിന്നെ ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഡീപ്പ് മെഡിറ്റേഷൻ നമ്മൾ പോയിരിക്കണം നിർബന്ധമായിട്ടും. നിങ്ങൾക്ക് എത്ര കൂടുതൽ അവർ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ, യെസ്, യുവർ ചോയ്സ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ ഡീപ്പ് മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. ആ മെഡിറ്റേഷന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു അന്നത്തെ ദിവസം, ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് ഈശ്വരന് കിട്ടിയിരിക്കുന്നു. അപ്പൊ എന്റെ സ്വപ്നം ഒരു 10 വർഷത്തേക്ക് അപ്പുറത്തേക്കാണെങ്കിലും ഇന്ന് അതിലേക്ക് കുറച്ചെങ്കിലും ഞാൻ അതൊരു മുതൽക്കൂട്ടുണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. അതിനുവേണ്ടി ഞാൻ എങ്ങനെ ചെയ്യണം? ആ ചാർജിങ് കഴിഞ്ഞ നെക്സ്റ്റ് മൊമെന്റിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കണം. അപ്പൊ അത് ചിന്തിച്ച് ഒരു ഡയറിയും പെന്നും എടുത്ത് അതിൽ ക്ലിയർ ആയിട്ട് കോണിട്ട്. എന്തുകൊണ്ട് ഡയറിയും പെന്നും അറിയോ? നമ്മുടെ മനസ്സിൽ ആ ചിത്രം കണ്ടാൽ പോരെ അവിടെയും. പിന്നെ ഒരു പേപ്പർ പെന്നിന്റെ ആവശ്യമുണ്ടോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എഴുതുന്ന സമയത്ത് ഒന്ന് എന്റെ കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ എന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ, മറ്റൊന്ന് ആത്മാവിന്റെ 2-3 ഇന്ദ്രിയങ്ങളാകുന്ന മനസ്സ്, ബുദ്ധി, സംസ്കാരം. അപ്പൊ ഈ എല്ലാത്തിനെയും ഒരൊറ്റ സിംഗിൾ പോയിന്റിലേക്ക് ഏകാഗ്രമാക്കാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് പേപ്പർ പെൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏർലി മോർണിംഗ് അവേഴ്സിലൊക്കെ കവിത എഴുതാനൊക്കെ ആളുകൾ ഇരിക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? കാരണം ആ സമയത്ത് അവരുടെ ശരീരം, അവരുടെ ഇന്ദ്രിയങ്ങൾ, സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ, സ്ഥൂല ഇന്ദ്രിയങ്ങൾ, ജ്ഞാന ഇന്ദ്രിയങ്ങൾ എല്ലാം ഏകാഗ്രമാവും ഒരു പോയിന്റിൽ. ആ ഒരു പോയിന്റിൽ നിങ്ങൾ എഴുതിയിരിക്കണം ഇന്നത്തെ എന്റെ ആക്ഷൻ പ്ലാൻ എന്തെന്ന് ഞാൻ അതിനു വേണ്ടി ചെയ്തിരിക്കും. അത് കഴിഞ്ഞ ശേഷം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ വൈകുന്നേരം ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു 90% നിങ്ങൾക്കത് ചെയ്യാനുള്ള ഊർജ്ജം നിങ്ങൾ നിറച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ടും നിങ്ങൾക്ക് ആ ഊർജ്ജം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അഗൈൻ ആൻഡ് അഗൈൻ റിപ്പീറ്റ് ചെയ്യാം. കഴിയുന്നത്ര സമയം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു 1-2 പ്രാവശ്യം ഈ ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കേണ്ടതായിട്ട് നമുക്ക് വരുള്ളൂ.
അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് നമ്മൾ ആ മനസ്സിൽ ആ ഒരു കാര്യം വിചാരിക്കുമ്പോഴേക്കും നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തിപ്പോവും. അപ്പൊ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്തിക്കഴിഞ്ഞു, അത് കണ്ടു കഴിഞ്ഞു, ദെൻ കം ബാക്ക്, അങ്ങനെയല്ല. എത്ര കൂടുതൽ സമയം നിങ്ങൾക്ക് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ വിഷനെ, ആ ഒരു ചാർജിങ് പ്രൊസീജിയർ, അതിലും കൂടുതൽ സമയം നിങ്ങൾ അതിൽ നിൽക്കുന്നുവെങ്കിൽ അത്ര വേഗത്തിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അത് മാത്രമല്ല റിപ്പീറ്റേഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മണിക്കൂർ കഴിഞ്ഞ സമയത്ത് എനിക്ക് കഴിയുമെങ്കിൽ ഓരോ മണിക്കൂറിൽ, അതർവൈസ് അറ്റ്ലീസ്റ്റ് 15 to 20 ടൈംസ് ഒരു ദിവസം നമ്മൾ ഈ ഒരു വിഷനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടിട്ട് അന്നത്തെ ദിവസം ഏതൊക്കെ മൊമെന്റിൽ ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കാരണം ഓരോരുത്തരുടെ നമ്മൾ പറയും ഓരോ നക്ഷത്രത്തിന് ഓരോ ലോകം എന്നാ പറയാറ്. കാരണം ഓരോ മനുഷ്യനും ഓരോ നക്ഷത്രമാണ്, അവരുടെ ലോകം വ്യത്യസ്തമാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, അവരുടെ റൂട്ടീൻസ് ഉണ്ടായിരിക്കും, അവരുടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ എന്റെ റൂട്ടീൻ്റെ ഉള്ളിൽ ഞാനിപ്പോ ഒരു ക്ലർക്കാണെങ്കിൽ എന്റെ റൂട്ടീൻ വേറെയാണ്, ടീച്ചർ ആണെങ്കിൽ അവരുടെ റൂട്ടീൻ വേറെയാണ്. അപ്പൊ എന്റെ റൂട്ടീൻ്റെ ഉള്ളിൽ എനിക്ക് ഏത് ടൈമിലൊക്കെ ഇതിനു വേണ്ടി ടൈം കണ്ടെത്താൻ പറ്റും, അത് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയിരിക്കണം, നാം നിശ്ചിതമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. അതർവൈസ് വിചാരിക്കും ഉച്ചയ്ക്ക് ഒരെണ്ണം, വൈകുന്നേരം ഒരെണ്ണം, രാത്രി ഒരെണ്ണം, പിന്നെ ഇടയ്ക്ക് കുഴപ്പമില്ല ആ സമയത്ത് ചെയ്യാം. ഇങ്ങനെ ഒരു അലസമായിരിക്കുന്ന ഒരു റൂട്ടീൻ ഉണ്ടാക്കിയാൽ എപ്പോഴും പോസ്റ്റ്പോൺ ചെയ്യും. ആ സമയത്ത് വിചാരിച്ച സമയത്ത് ഒരു ഫ്രണ്ട് വന്നു, എന്താ ചെയ്യാം, ഫ്രണ്ട് വന്നതുകൊണ്ടല്ലേ, പിന്നെ ചെയ്യാം, ഈ പ്രാവശ്യം വേണ്ട, നെക്സ്റ്റ് ടൈം. ഇങ്ങനെ എല്ലാ സമയത്തും ഇത് പോസ്റ്റ്പോൺ ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ സിസ്റ്റർ, നമ്മുടെ ഈ ലൈഫിൽ നമ്മളിപ്പോ ഇങ്ങനെ ഒരു വിഷൻ വെച്ചുകൊണ്ട് പോകുന്നു, പക്ഷെ നമ്മൾ ഈ വിഷൻ വെച്ചിട്ടുള്ള കാര്യം, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന കാര്യമൊന്നും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ, ഒരാളും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ പലരും ഇപ്പൊ സുഹൃത്തുക്കൾ വരുന്നു, ഫോൺ കോൾ വരുന്നു, മറ്റു പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് ഞാൻ എങ്ങനെ സമയം സപ്പോസ് ഞാൻ 12 മണിക്കാന്ന് വിചാരിക്കും എന്റെ ടൈം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ചെന്ന് എന്റെ ജോലി സ്ഥലത്താണെങ്കിൽ, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളെങ്ങനെ 12 മണിക്ക് കാണും? യെസ്, ഞാൻ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ പോലും അതിനുള്ള എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് പേപ്പർ നോക്കിക്കൊണ്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാമല്ലോ, ആരും ചോദിക്കില്ല. വെറുതെ വായിക്കുന്ന പോലെ ഇരുന്ന എന്താ നീ വായിക്കുന്നതെന്ന് ആരും ചോദിക്കാറില്ലല്ലോ. കണ്ണ് ഇന്ന സ്ഥലത്തായിരിക്കണം, ഇന്ന പൊസിഷനിലിരിക്കണം, ഇന്ന രീതിയിലിരിക്കണം, ഒരു കാര്യങ്ങളും ഇതിൽ ബന്ധിതമല്ല. നമ്മുടെ മനസ്സിലുള്ള മെന്റൽ പിക്ചറും ചാർജിങ്ങും ആ ഒരു വിഷൻ അത് ക്ലിയർ ആയിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അങ്ങനെ ഇരുന്നുകൊണ്ട് 2 സെക്കൻഡോ 3 സെക്കൻഡോ നിങ്ങൾക്ക് ആ ഒരു വിഷനെ ക്ലിയർ ആയിട്ട് കാണാവുന്നതേ ഉള്ളൂ. 2-3 സെക്കൻഡ്സ് ഈ പറയുന്ന സമയം കൊണ്ട് അങ്ങ് കടന്നു പോകും. ഇത്രയുണ്ടാവും, ആരും അറിയോ കൂടിയില്ലേ കാര്യം. അങ്ങനെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് പറ്റും. ഇനിയിപ്പോ ഞാൻ അതിനു വേണ്ടി റെഡിയായ സമയത്താണ് ഫോൺ വന്നു വിചാരിക്കും, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റിലോടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നമ്മൾ കറക്റ്റായിട്ട് ഇത്ര സമയം ഞാൻ ചെയ്തിരിക്കുമെന്ന് എന്റെ ഡ്യൂട്ടീൻ്റെ ഉള്ളിൽ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി ടൈം ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ ആ പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്ന മാറി 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 അറ്റ്ലീസ്റ്റ് 2 or 3 ടൈംസായി മാറും. അവിടെ റിസൾട്ട് വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു 10-15 സമയം അറ്റ്ലീസ്റ്റ് 10 തവണയെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരിക്കണം. സിസ്റ്റർ, നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഏത് കാര്യം തന്നെ ആയാലും, ഇപ്പൊ നമ്മൾ ലക്ഷ്യത്തെ നിർദ്ധാരണം ചെയ്യാനും ഒരു വിഷൻ ഉണ്ടാക്കാനുമുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും ഈ മാറ്റിവെക്കുന്ന സംസ്കാരം, പ്രോക്രാസ്റ്റിനേഷൻ, ഇത് വളരെയധികം മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? ഈ ഒരു മനോഭാവം, ഇതെനിക്ക് തോന്നുന്നു ചെറുപ്പക്കാർക്ക് ഇത് വളരെയധികം കൂടുതലാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, പരീക്ഷ പിന്നെയും എഴുതാം, IPL ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഏതിന് പ്രയോറിറ്റി കൊടുക്കണം? അല്ലെങ്കിൽ ഈ മാറ്റിവെക്കുന്ന സ്വഭാവം നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? അതിന്റെ ഒന്നാമത്തെ കാരണം എനിക്ക് എന്റെ ലക്ഷ്യബോധം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് IPL കാണാം, SSLC പിന്നെ അവന് ലക്ഷ്യബോധം ഇല്ല ജീവിതത്തിൽ. ഡിഗ്രി കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. ഇപ്പോഴത്തെ യൂത്തിൽ അതൊരു ട്രെൻഡായിട്ട് പലപ്പോഴും, ഞാൻ എല്ലാവർക്കും നല്ല പറയുന്നത്, എന്നാൽ ഒരു പരിധി വരെയൊക്കെ കാണലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ എന്താ മക്കളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം? എല്ലാവരും എനിക്ക് ഇന്നതാവണം. ഞാൻ വിചാരിച്ചു അവരെന്നോട് പറയുമ്പോൾ എനിക്ക് ഇന്നതാവണം, അവരുടെ കുറെ സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ വരുന്ന ഞാൻ വിചാരത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ എന്നോട് കുട്ടികൾ ആകെ ഒറ്റ ആൻസർ പറഞ്ഞു, നമുക്ക് എൻജോയ് ചെയ്യണം ലൈഫ്. എൻജോയ്മെന്റ് ഓക്കെ, എങ്ങനെ എൻജോയ് ചെയ്യണം? അത് കേട്ടപ്പോഴും എനിക്ക് ആകെ അത്ഭുതം തോന്നിപ്പോയി. എങ്ങനെയായാലും കുഴപ്പമില്ല, സിനിമ കണ്ടാലും കുഴപ്പമില്ല, വർത്തമാനം പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സിനിമ കാണണം, വർത്തമാനം പറയണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടണം. ഇങ്ങനെയുള്ള ഒരുപാട് അവരുടെ നീഡ് അവരുടെ അടുത്ത് നിർത്തി വെച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ എൻജോയ്മെന്റ്. പക്ഷെ അതിൽ ഒരു കുട്ടി പോലും എന്റെ അടുത്ത് എന്റെ എൻജോയ്മെന്റ് എന്റെ വർക്കിലാണ്, എന്റെ പെർഫോമൻസിലാണ്, എന്റെ ലൈഫ് അച്ചീവ്മെന്റ്സിലാണെന്ന് പറഞ്ഞ ഒരു കുട്ടി പോലും ഞാൻ കണ്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇത്രയും തരത്തിലേക്ക് താണുപോയോ എന്ന് പോലും. എന്റർടൈൻമെന്റിനെ കുറിച്ചുള്ള ഈ വികലമായ വീക്ഷണം അത് എനിക്ക് തോന്നുന്നു കുട്ടികളിലെ മാത്രമല്ല, എല്ലാവരിലും നിന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ കാണല്ലോ, ഒരു ഹർത്താൽ തന്നാല് ഹർത്താൽ ആഘോഷം, ഇപ്പൊ ഹർത്താൽ ആഘോഷം എന്നല്ലേ പറയാ. അപ്പൊ നമ്മള് ഈ എന്റർടൈൻമെന്റ് മനുഷ്യ ജീവിതത്തിന്, വിനോദപരത എന്ന് പറയാം, മനുഷ്യ ജീവിതത്തിന് വളരെ ആവശ്യമാണെന്നും പറയുന്നു. അപ്പൊ ഏത് രീതിയിൽ നമ്മൾ വിനോദത്തിനെ കാണണം? വിനോദത്തിന് വേണ്ടിയാവുന്നത് നഷ്ടമാണ്.
അതേസമയം നമ്മുടെ വിനോദം നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളിലാവുമ്പോൾ അത് യഥാർത്ഥ വിനോദ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ദിവസം നമ്മൾ എല്ലാവരും കൂടി ഒന്ന് സന്തോഷമായിട്ട് ചിരിച്ചു കളിക്കേണ്ടെന്നോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഫീസ്റ്റ് ആഘോഷിക്കേണ്ടെന്നോ അല്ല പറയുന്നത്. പക്ഷേ എനിക്ക് അതിനൊക്കെയാണ് എന്റെ ബാക്കി സമയം മുഴുവൻ ഞാൻ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ചെറിയ മൊമെന്റ്സിന് വേണ്ടിയിട്ടാണ് എന്നൊരു ലെവലിലേക്ക് മാറിപ്പോവുകയാണ്. അത് നമുക്കൊരു റിലാക്സേഷൻ ആവാം. അത് എന്റർടൈൻമെന്റ് ഒരിക്കലും നമ്മളുടെ റിലാക്സേഷൻസിലാവരുത്. ഇതെനിക്ക് ആശ്വാസമാണ്. ഞാൻ എന്റെ കർമ്മനിരതമായിരിക്കുന്ന കർമ്മത്തിൽ ആനന്ദിച്ചു കഴിഞ്ഞ നിമിഷം റിലാക്സ് ചെയ്യുന്ന സമയത്ത് അതെന്റെ ഹോബി എന്തു ആവാം. ഒന്നുകിൽ പാട്ട് കേൾക്കാം, അതല്ലെങ്കിൽ എനിക്ക് വരയാവാം, അല്ലെങ്കിൽ പഠനമാവാം, വായനയാവാം, സംസാരമാവാം, വാട്ട് എവർ ഇട്ട് മേ ബി. നിങ്ങൾ എൻജോയ് ചെയ്തോളൂ ആ രീതിയിലൊക്കെ. പക്ഷെ അതൊരു എൻജോയ്മെന്റ് ഏത് ലെവലിലേ ആകാവൂ, ആസ് എ റിലാക്സേഷൻ. ചേഞ്ച് ഓഫ് വർക്ക് ഇസ് ദ ബെസ്റ്റ് ലിഷർ എന്ന് പറയുന്നത്. അതായത് പറയാം, നമ്മൾ വർക്കിനൊരു ഇന്നത്തെ മനുഷ്യന്മാർക്ക് വർക്കൊരു വാർഷിപ്പാണ്. പക്ഷെ വർക്കിനൊരു വർഷിപ്പാക്കാൻ പറയാം നമ്മൾ. വർക്കൊരു വർഷിപ്പാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എൻജോയ്മെന്റ് കൂടെ തന്നെയുണ്ട്. അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കർമ്മം തരുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ആനന്ദത്തിൽ നിങ്ങൾ ആനന്ദിക്കാൻ തുടങ്ങും. ആ ഒരു എൻജോയ്മെന്റ് ഒരു ലൈഫിന്റെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ സഹായിക്കുള്ളൂ. ആ ലക്ഷ്യബോധത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം എപ്പോഴും അലസത. ഞാനിതിന് പറയും മാറ്റിവെക്കൽ എന്നൊന്നും ഒരിക്കലും എനിക്ക് അതിനൊരു വാക്ക് കൊടുക്കാൻ തോന്നാറില്ല. ഞാൻ പറയാം ആലസ്യാണ് ലോകത്തിന്റെ നമ്പർ 1 രോഗമാണ് ആലസ്യം. പക്ഷേ സിസ്റ്റർ, അത്യാവശ്യം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊരു മാറ്റിവെക്കൽ തന്നെയല്ലേ? ആ ഒരു സംസ്കാരം, അതൊരു സ്വഭാവം. ഇത് ഈ മാറ്റിവെക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥൂലമായ പ്രൊസീജിയർ എന്തുകൊണ്ട് നടക്കുന്നു? ആലസ്യം എന്നുള്ള വലിയൊരു രോഗം എന്നെ ബാധിക്കുമ്പോഴാണ്. നമ്മൾ പറയുമല്ലോ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ആളെ പറയും നാളെ എണീക്കാൻ പറ്റുന്നില്ല. അതോ എനിക്ക് ആ കാര്യത്തിന്റെ പ്രാധാന്യം ഇനി മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ ഉൾക്കൊള്ളുന്നില്ല. എന്നെക്കുറിച്ചും എന്റെ ജീവിതത്തിനെ കുറിച്ചും ഒരിക്കലും ചിന്തിക്കാൻ തന്നെ ഞാൻ തയ്യാറാവുന്നില്ല. എല്ലാവരും ഒഴുകുന്നുണ്ട്, നമ്മൾ ഒഴുകുന്നുണ്ട്, എവിടെയെങ്കിലും എത്തുന്നു. നോക്കിയോളൂ, നമ്മൾ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ആദ്യം ആഗ്രഹിക്കും എനിക്ക് സോഫ്റ്റ്വെയറിന് പോകണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വേണം. അത് കിട്ടാത്തതുകൊണ്ട് അതിന്റെ അടുത്തേക്ക് പോകും, അത് കിട്ടാത്തതുകൊണ്ട് അതിന്റെ അടുത്തേക്ക് പോകും, അത് കിട്ടാത്തതുകൊണ്ട് ഇതിന്റെ അടുത്തേക്ക് പോകും. ഒന്നും കിട്ടാണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് അത് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞൊരു ഡിഗ്രിയും കൊണ്ടിറങ്ങും. കാരണം ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതൽ എന്തുകൊണ്ട് ഈ ജോലി ഇത് ഇഷ്ടപ്പെട്ട് ഇതേ കിട്ടിയുള്ളൂ എന്നുള്ള ഒരു അതെ നമ്മൾ കാണാറുണ്ട്. കാരണം അതുകൊണ്ട് എവിടേക്ക് പോകണമെന്ന് ഞാൻ നിശ്ചയിക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയാവുന്നത്. അപ്പോഴാണ് ലൈഫിൽ ബോറടിക്കുന്നത്. കാരണം എന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള കർമ്മയായിരിക്കില്ല. ഇത് എനിക്ക് തോന്നുന്നു വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. കാരണം പല അധ്യാപകര് ഞാൻ കണ്ടിട്ടുള്ളത് അധ്യാപക വൃത്തിയോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് അധ്യാപക വൃത്തിക്ക് വരുന്നെന്ന് അവർ തുറന്ന് പറയാറുണ്ട് പലപ്പോഴും. അപ്പോ എങ്ങനെയുള്ള പ്രചോദനമാണ്? നേരെ തിരിച്ചു എനിക്കറിയാം. ഒരു അധ്യാപകൻ എനിക്കറിയാം. എന്റെ കോളേജിൽ ഹിന്ദി പഠിപ്പിച്ച ഒരു സാറുണ്ട്, വർഗീസ് സാറ് 5 വർഷം LD ക്ലർക്കായി വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരുന്നു ഒരു കോളേജ് ലെക്ചറായിട്ട് അതിന് കിട്ടുന്നത്. അപ്പൊ സാറ് പറഞ്ഞു എന്നോട്, ആ 5 വർഷം എന്റെ ജീവിതത്തിൽ ഞാൻ നരകിച്ചതാണ്. കാരണം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോയ്സാണ് പഠിപ്പിക്കല്. അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ 5 വർഷം, പക്ഷെ 2 വിധത്തിലും നമ്മൾ കാണാം. അതായത് മറ്റു ജോലി കിട്ടാത്തതുകൊണ്ട് അധ്യാപകനാവുന്നവനെയും കാണാം, അധ്യാപനം കിട്ടാത്തത് കൊണ്ട് മറ്റു ജോലിക്ക് പോകുന്നവരെയും കാണാം. ഇവിടെ നിങ്ങളുടെ ചോയ്സിന് നിങ്ങൾക്കൊരു വിലയില്ലാതെ നിങ്ങൾ നയിക്കപ്പെടേണ്ടവിടത്തേക്ക്, നിങ്ങൾ തള്ളപ്പെടുന്നിടത്തേക്ക് നീങ്ങാണ്. എന്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കാരണം നമ്മുടെ ലൈഫ്, എന്റെ ജീവിതത്തിന്റെ ചരട്, എന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാണത് എന്റെ കയ്യിലല്ലാതെയുള്ള യാത്ര. ആ യാത്രയ്ക്ക് കാരണക്കാരനാരാണ്? ഞാൻ തന്നെയാണ്. കാരണം എന്റെ മനസ്സിന്റെ സങ്കല്പങ്ങളെ, എന്റെ ഊർജത്തിനെ, എന്റെ ശക്തിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ അങ്ങനെ ഒരുപാട് കുട്ടികൾക്കോ അല്ലെങ്കിൽ എവിടേക്കുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിക്കുന്നത് തന്നെ. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ചരട് നമ്മുടെ കയ്യിലെടുക്കാവുന്നതേ ഉള്ളൂ. എന്റെ കുതിരയുടെ കടിഞ്ഞാൻ എനിക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സിസ്റ്റർ, അതിന് ഒരു കാരണം പറയുന്നത് എന്തുകൊണ്ട് ഇപ്പൊ ചെറിയൊരു കുട്ടി ഇപ്പൊ പൈലറ്റ് ആവണം അല്ലെങ്കിൽ വലിയ വലിയ ലക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, അതേ കുട്ടിയോട് ഒരു 20 വയസ്സാകുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് എന്താവുണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ജോലി കിട്ടിയാൽ മതി. ഈ അവസ്ഥയിലേക്ക് കാരണം അവർക്ക് കുട്ടിക്കാലത്ത് അവൻ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിനനുസരിച്ച് ലീഡ് ചെയ്യാനുള്ള ഗൈഡൻസ് കൊടുക്കാൻ അവൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ അവന്റെ സ്വപ്നം വെറും ഒരു സ്വപ്നമാക്കി അവൻ മാറ്റിവെക്കുകയാണ്. അതിൽ തുടർച്ചയായിട്ട് ചാർജിങ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞത് നിരന്തരമായിട്ടുള്ള ചാർജിങ് ഇതിന് വളരെ ആവശ്യമായിട്ടൊരു ഘടകമാണ്. ഇല്ല എങ്കിൽ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ തന്നെ ഉപേക്ഷിച്ചു കളയും നിങ്ങളുടെ ആ ഒരു വിഷൻ. അതുകൊണ്ട് സിസ്റ്റർ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു കുട്ടി അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് പഠിച്ച് മുന്നേറുമ്പോൾ വളരെയധികം സമൂഹത്തിൽ നിന്ന് നെഗറ്റീവ് ഇൻപുട്ട് അതും ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അതെ, പല വെറൈറ്റി ആയിട്ടുള്ള ബ്ലോക്സ് ഇതിന് വരാറുണ്ട്. അത് നമ്മൾ സർക്കംസ്റ്റൻഷ്യൽ ബ്ലോക്ക് എന്ന് പറയും, പിന്നെ ഇന്റലക്ച്വൽ ബ്ലോക്കിനൊക്കെ പറയും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇതില് കറക്റ്റ് നമ്മൾ ഈ ആക്ഷൻ പ്ലാൻ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ആക്ഷൻ പ്ലാൻ മീൻസ്
പെർ വൺ ഡേ, ഈച്ച് ഡേ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സാധനമാണത്. അതും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയതായിട്ട് 1 മാസം കൊണ്ട് ഞാൻ ഇത്രയ്ക്കെങ്കിലും എത്തിയിരിക്കണം എന്ന ഒരു ആദ്യത്തെ എന്റെ ഒരു വിഷൻ, ചെറിയൊരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കണം, ഒരു ഷോർട്ട് ടേം ഗോൾ. അത് കഴിഞ്ഞ ശേഷം അന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. രാത്രി എന്റെ റൂം മുതൽ, എന്റെ മൂവ്മെന്റ്സ് മുതൽ, എന്റെ അവസാന രാത്രിയിൽ അന്നത്തെ ഉറക്കം വരെയുള്ള എല്ലാ ഘടകങ്ങളും, രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് എന്തോ ചിന്തിച്ച് അധികം ആൾക്കാരും ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും വായിച്ചുറങ്ങും, അതല്ലാന്നുണ്ടെങ്കിൽ TV കണ്ട് ഉറക്കം വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ട് ഉറക്കാണ്. കാരണം കിടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ ചിന്തകൾ കാട് കയറും. അപ്പൊ ഉറക്കം വരാൻ വേണ്ടി ഇതിനൊക്കെ കാണുകയാണ്. പക്ഷെ അന്തിമ സമയം, നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഏത് ടൈപ്പ് തോട്ട്സിലാണോ നിങ്ങൾ ഉറങ്ങുന്നത്, ആ സമയത്ത് ഉപബോധ മനസ്സ് ആദ്യം പ്രവർത്തിക്കാൻ നോക്കുക. അതിന്റെ ആധാരത്തിൽ, അതായത് സ്റ്റാൻഡേർഡ് ഓഫ് തോട്ട്. ഇപ്പൊ ഞാൻ കാണുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഒരാള് ഒരു സീൻ ആക്ട് ചെയ്യുന്ന സീൻ കണ്ടിട്ട് ഞാൻ ഉറങ്ങുന്നെങ്കിൽ അവിടെ എന്റെ ഉറങ്ങുന്ന സമയത്തുള്ള ഫീലിംഗ്സ് എപ്പോഴും സാഡ്നെസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഈ അവബോധ മനസ്സ് ഈ ഫയലൊക്കെ സേവ് ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ടൈപ്പ് ഓഫ് തോട്ട്സിന്റെ ഫയലിനെ അത് റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം കിട്ടിയ ഫീലിംഗിൽ അത് അറിയുള്ളൂ. അപ്പൊ അതനുസരിച്ച് രാവിലെ ഉണരുമ്പോൾ എനിക്ക് ഒട്ടും ഉന്മേഷം ഉണ്ടാവില്ല. എത്ര ഉറങ്ങിയാലും ഇന്ന് മനുഷ്യന്മാരല്ലോ, ഉറങ്ങിയാലും ഉറക്കം മതിയാവുന്നില്ല. എന്തുകൊണ്ട് മതിയാവുന്നില്ല? ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു 5-6 മണിക്കൂർ ഉറങ്ങി കഴിയുമ്പോൾ 4-5 മണിക്കൂർ ഉറങ്ങിയ ഒരു മനുഷ്യൻ നോർമൽ ഉറക്കം മതി അവന്. പക്ഷേ പിന്നെയും ഇതേ ഫയലാണ് അവൻ വീണ്ടും അതിന് സബ് കോൺഷ്യസ് മൈൻഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ഈ ഫയൽസ് നെഗറ്റീവ് തോട്ട്സ് ആണ്. നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ നിങ്ങൾ സ്ലീപ്പിൽ പോകുന്ന സമയത്ത് ഡെൽറ്റ വേവ്സിൽ നിങ്ങളെ ചാർജ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ആൽഫ വേവ്സിൽ വരുമ്പോൾ ഈ ഫയൽ ഓപ്പൺ ആവും, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യപ്പെടും. അപ്പൊ ഈ ഒരു പ്രോസസ് നടക്കുന്നത് കൊണ്ട് ഒരു 6 മണിക്കൂറിന് പോലെ 8 മണിക്കൂർ ഉറങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഉറക്കം പൂർത്തിയാവാറില്ല. പിന്നെയും ഉറങ്ങിക്കൊണ്ടിരിക്കും. 10 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനോടൊപ്പം നമ്മൾ ഈ ഉറക്കത്തിന്റെ സമയം കൂടി നമ്മളൊന്ന് ക്ലിപ്തപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എത്ര സമയം ഉറങ്ങണം? നന്നായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നല്ല യോഗിയാണെങ്കിൽ 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. നല്ല യോഗിയല്ല എങ്കിൽ 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അതിനേക്കാൾ കൂടുതൽ ഉറക്കം ആവശ്യമില്ല. എന്നോട് പലരും പറയാറുണ്ട്, ഡോക്ടർമാർ പറയാറുണ്ട് 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. അനാവശ്യമാണ്. 8 മണിക്കൂർ ഉറങ്ങുന്നത് നമ്മുടെ മടിയാണ് ഉറങ്ങാൻ സഹായിക്കുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ ലാസ്റ്റ് മൊമെന്റ് നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോ മറ്റോ ഉണ്ടാവുന്നെങ്കിൽ നിങ്ങൾ അതൊരു എക്സ്ട്രാ കേസസ് ആണ്. നോർമൽ ലൈഫിലെ കാര്യം നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ രോഗിയായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പനി വന്നിരിക്കുന്നു, ബോഡി എക്സ്ട്രാ വീക്ക് ആണെങ്കിൽ ആ സമയത്ത് ശരീരം റെസ്റ്റ് ആവശ്യപ്പെട്ടേക്കാം. അത് ബോഡി ഡിമാൻഡ്സ് റെസ്റ്റ് ആണ്. മറ്റു നമ്മുടെ മൈൻഡ് ഡിമാൻഡ്സ് റെസ്റ്റ് ആണ്. ബോഡി ഡിമാൻഡ്സ് റെസ്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് മൈൻഡ് ഡിമാൻഡ് റെസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ എത്ര നേരം ഉറങ്ങിയാലും മതിയാവില്ല. പിന്നെ ഒരു തരം ഉറക്കത്തിന്റെ ഒരു മൂഡിൽ പോകാൻ തുടങ്ങും, എന്തൊക്കെയോ സ്വപ്നം കണ്ട് കിടക്കാൻ തുടങ്ങും. സ്റ്റിൽ ഉറക്കം മതിയായി ഒരിക്കലും അത് പറയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് റിക്കലേറ്റിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ ദ നെഗറ്റീവ് ഫയൽസ്. അതുകൊണ്ടാണ് ഉറങ്ങുന്ന സമയം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയമാണ്. നമുക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ശാരീരികമായി കൂടി ഫ്രഷായി, മാനസികമായി ഫ്രഷായി, അന്നത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അന്നത്തെ ആരോടെങ്കിലുമൊക്കെ കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു തരും എങ്ങനെ നമുക്ക് അന്നത്തെ ദിവസം അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ വെയിറ്റ്ലെസ് ആയി എല്ലാ കാര്യങ്ങളും ഈശ്വരനെ ബോധിപ്പിച്ച ശേഷം ശാന്ത മനസ്സോടുകൂടി നമ്മൾ എന്ത് വേണം നമ്മുടെ ഫ്യൂച്ചർ അതിനെക്കുറിച്ച് അഗെയിൻ ആ തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ചാർജിങ് പ്രോസസ് നമ്മൾ ചെയ്യണം. എന്നിട്ട് ചാർജ്ഡ് ആയിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ. അപ്പൊ ഉപബോധ മനസ്സിന് ലാസ്റ്റ് നിങ്ങൾ ഹൈലി ചാർജ് തോട്ട് കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെ നെഗറ്റീവ് ഫയൽ ഉറങ്ങുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഉണർത്താൻ നോക്കിയാലും ആന്റിവൈറസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ വൈറസ് വന്നാൽ കണ്ടെത്തും, അത് ഡിലീറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഉപബോധ മനസ്സിനെ അത് കണ്ടെത്താനും ഡിലീറ്റ് ചെയ്യാനും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടിന്യൂസ് പ്രോസസ്. നിങ്ങൾ രാവിലെ ഉണരുമ്പോഴേക്കും യു ആർ ഹൈലി ചാർജ്ഡ് വിത്ത് ദ സെയിം വിഷൻ. സിസ്റ്റർ, ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊരു മുഴുവൻ ദിവസം അല്ലെ, മനുഷ്യന്റെ ഒരു ദിവസത്തെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തണം, അതായിരുന്നു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചെന്ന് തോന്നുന്നു. സർഗാത്മകത മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവിനെ ഉണർത്താൻ നമ്മുടെ ദിനചര്യ തീർച്ചയായും ഇതിൽ വളരെയധികം സഹായിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെ അമൂല്യമായ അറിവിന്റെ മുത്തുകൾ തന്നെ പ്രദാനം ചെയ്തിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ജ്യോതിർഗമയ എന്ന ഈ പരിപാടി ജീവിതത്തിന്റെ ശരിയായ മനോഭാവങ്ങളിലേക്ക് നമ്മെ നയിക്കും, കൂടുതൽ മെച്ചപ്പെട്ട ഉൾക്കാഴ്ചകളിലേക്ക് നമ്മെ എത്തിക്കും. ഈ യാത്രയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ദിനചര്യ എങ്ങനെ മനുഷ്യനെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്ന് നമ്മൾ ഇന്ന് പഠിച്ചു. അളവില്ലാത്ത ജ്ഞാനമുത്തുക്കൾ നിറഞ്ഞ ഖജനാവ് തന്നെയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓരോ ദിവസത്തെയും ദിനചര്യ
ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ശ്രേഷ്ഠമായൊരു ഭാവിയെ രൂപപ്പെടുത്താം എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സർഗാത്മകതയുടെ ഈ എപ്പിസോഡുകൾ നമ്മൾ ഇനിയും തുടരും. എന്തൊക്കെ തടസ്സങ്ങൾ ഇതിലുണ്ടാവും, അതിനെങ്ങനെ മറികടക്കണം, ഇത് നമ്മൾ കാണും. തീർച്ചയായും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം